കർത്താവ് നൽകുന്ന വരങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിക്കാനായിട്ട് ആരംഭിച്ചത്. അതായത് പരിശുദ്ധാത്മാവിൽ കൂടെ ദൈവം നൽകുന്നതായ ചില വരങ്ങളെ കുറിച്ച് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കാനായിട്ടിടയായി. അതായത് ജ്ഞാനത്തിന്റെ വചനം, പരിജ്ഞാനത്തിന്റെ വചനം, ആത്മാക്കളുടെ വിവേചനം, അതുപോലെ വിശ്വാസം, രോഗശാന്തികളുടെ വരം ഇത്യാദി കാര്യങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ചിന്തിച്ച് അവസാനിപ്പിക്കുവാനായിട്ട് ഇടയായത്. ഇന്ന് കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ നിന്ന് നാം ചിന്തിച്ചതിന്റെ തുടർച്ചയായിട്ടുള്ള ചില വരങ്ങളെ കൂടെ ഉദ്ദേശിച്ചാണ് ഇന്ന് രാത്രി നാം പഠനം ആരംഭിക്കും. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ വീര്യപ്രവൃത്തികളുടെ വരം എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മറ്റൊരുവന് വീര്യപ്രവൃത്തികൾ. അപ്പോൾ വീര്യപ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളത് അത് വരങ്ങളുടെ ലിസ്റ്റിൽ 6-ാമത്തെ വരമാണെന്ന് നാം പഠിക്കുകയാണ്. എന്താണ് വീര്യപ്രവൃത്തികൾ? വീര്യപ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ദൈവശക്തിയുടെ പ്രവർത്തനത്തിന്റെ അടയാളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞത്, തന്റെ ശിഷ്യന്മാരെ വിട്ട് കർത്താവ് സ്വർഗാരോഹണം ചെയ്തു പോകുന്നതിന് മുമ്പ് യേശു ചെയ്തതായിരിക്കുന്ന പ്രവൃത്തി തുടരുവാനും അതിലധികമായി ചെയ്യുവാനും അവർ ശക്തരായി തീരുവാനാണ് കർത്താവ് ആഗ്രഹിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് അത് പ്രസ്താവിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്തൊക്കെയാണ് വീര്യപ്രവൃത്തികളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? അതായത് ഏതുവിധ വ്യാധികളെയും സൗഖ്യപ്പെടുത്തുക, ഭൂതങ്ങളെ പുറത്താക്കുക, മരിച്ചവരെ ഉയർപ്പിക്കുക, പ്രകൃതി നിയമങ്ങൾക്കുപരിയായി പ്രവർത്തിക്കുക എന്നിവയെല്ലാം വീര്യപ്രവൃത്തികളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്തൊക്കെയാണ്? ഏതുവിധ വ്യാധികളെയും സൗഖ്യപ്പെടുത്തുക, ഭൂതങ്ങളെ പുറത്താക്കുക, മരിച്ചവരെ ഉയർപ്പിക്കുക, പ്രകൃതി നിയമത്തിലും നിയമങ്ങൾക്ക് ഉപരിയായി പ്രവർത്തിക്കുക. ഇവയെല്ലാം വീര്യപ്രവൃത്തികളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവയാണ്. ഈ പറയപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇന്നുവരെയും അത് നടക്കുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പുതിയ നിയമത്തിൽ മാത്രമല്ല, പഴയ നിയമവും നാം പരിശോധിച്ചാൽ ദൈവത്തിന്റെ ദാസന്മാരായിരുന്ന ഏലിയാവ്, ഏലിശ, ഇവരൊക്കെ വീര്യപ്രവർത്തികൾ ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാനതെല്ലാം എടുത്തു പറയേണ്ട ആവശ്യമില്ല, നമുക്ക് ആ ഭാഗങ്ങളൊക്കെ അറിയാവുന്ന കാര്യമാണ്. പുതിയ നിയമത്തിൽ യേശു കർത്താവിനെ കൂടാതെ അപ്പോസ്തലനായിരിക്കുന്ന പത്രോസും പൗലോസും ഒക്കെ വീര്യപ്രവർത്തികൾ പല അവസരങ്ങളിലായിട്ട് തങ്ങളുടെ ശുശ്രൂഷ വേളകളിൽ
ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആറാമത് പ്രസ്താവിച്ചിരിക്കുന്ന വരമാണ് ഏത്? വീര്യപ്രവർത്തികൾ. അടുത്തത് 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, മറ്റൊരുവന് പ്രവചനം. അപ്പോൾ വരങ്ങളുടെ ലിസ്റ്റിൽ അടുത്തതായിരിക്കുന്ന വരമാണ് ഏതാണ്? പ്രവചനം. എന്താണ് പ്രവചനം എന്നുള്ളതിന് ഒരു നിർവചനം പറയാൻ കഴിയുന്നത്? എന്തായിരിക്കാം? ആത്മാവ് മൂലം വെളിപ്പെട്ട് കിട്ടിയിട്ടുള്ള ദൈവഹിതത്തെയും ദിവ്യ സത്യങ്ങളെയും, ആത്മാവ് മുഖാന്തരം വെളിപ്പെട്ട് കിട്ടിയിട്ടുള്ള ദൈവഹിതത്തെയും ദൈവസത്യങ്ങളെയും അറിയിക്കുന്നതിനുള്ള പ്രകൃതിക്കതീതമായ ശക്തിയാണ് പ്രവചനത്തിലൂടെ വെളിപ്പെടുന്നത്. ആത്മാവ് മൂലം വെളിപ്പെട്ട് കിട്ടിയിട്ടുള്ള ദൈവഹിതത്തെയും ദിവ്യ സത്യങ്ങളെയും അറിയിക്കുന്നതിനുള്ള പ്രകൃതിക്കതീതമായ ശക്തിയാണ് പ്രവചനത്തിലൂടെ വെളിപ്പെടുന്നത്. പ്രവചനം എന്ന് പറഞ്ഞാൽ സാധാരണ പ്രസംഗത്തിൽ നിന്നും വ്യത്യസ്തമാണ്. ഏത്? പ്രവചനം. പ്രസംഗം എന്ന് പറഞ്ഞാൽ ഒരു വാചകത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. എന്താണ് പ്രസംഗം? ദൈവദാസന്മാരിൽ കൂടെ പ്രസംഗം ദൈവം നമ്മെ അറിയിക്കാറുണ്ട്. എന്താണ് പ്രസംഗം എന്ന് പറയുന്നത്? നിലവിലിരിക്കുന്ന സത്യങ്ങളെയും വെളിപ്പാടുകളെയും പഠിച്ച് അവതരിപ്പിക്കുന്നതാണ് ഏത്? പ്രസംഗം. പ്രസംഗം എന്ന് പറഞ്ഞാൽ അതൊരു ദൈവകൃപയാണ്, അതൊരു കലയാണ്, അല്ലേ? അപ്പോൾ പ്രസംഗത്തെക്കാൾ വ്യത്യസ്തമായ മറ്റൊരു വരമാണ് ഏത്? പ്രവചനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പ്രസംഗശാസ്ത്രം പഠിച്ചാൽ ആ പ്രസംഗശാസ്ത്രം അനുസരിച്ച് പ്രസംഗിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുമുണ്ട്. ശബ്ദം, അതിൻ്റെ ട്യൂണ്, അതിൻ്റെ ശാരീരിക ഭാഷ, ആംഗ്യങ്ങൾ എന്ന് വേണ്ട, ഇതെല്ലാം പ്രസംഗശാസ്ത്രത്തിനകത്ത് വരുന്ന കാര്യമാണ്. അതോടൊപ്പം പ്രസംഗം എന്ന് പറയുന്ന ഒരു കലയും കൂടിയാണ്. അപ്പോൾ അതിനേക്കാൾ വ്യത്യസ്തമായ ഒരു വരമാണ് ഏത്? പ്രവചനം. അപ്പോൾ പ്രവചിക്കുന്ന ഒരു പ്രവാചകനെ സംബന്ധിച്ച് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയോടുകൂടെ
ദൈവം അറിയിക്കുന്ന കാര്യങ്ങൾ പ്രസ്താവിക്കുന്നതാണ് വാസ്തവത്തിൽ എന്ത്? പ്രവചനം. പ്രവചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെയും മനുഷ്യന്റെയും മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവനാവാൽ മനുഷ്യരോട് സംസാരിക്കുന്ന വ്യക്തിയാണ് ആര്? പ്രവാചകൻ. എന്ന് പറഞ്ഞാൽ തൻ്റെ ഹൃദയത്തിലിരിക്കുന്ന കാര്യങ്ങളല്ല പ്രവാചകൻ എന്ത് ചെയ്യേണ്ടത്? പ്രസ്താവിക്കേണ്ടത്. തീർച്ചയായും പ്രവചനം എന്ന് പറയുന്നത് ദൈവാത്മപ്രേരിതനായി ആ സമയത്ത് ദൈവം നൽകുന്നതായ ദൂതുകൾ മനുഷ്യരോട് വിളിച്ചു പറയുന്നതാണ് ആര്? പ്രവാചകൻ. നമുക്കറിയാം, പഴയ നിയമഭാഗങ്ങളൊക്കെ പ്രവചന ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ പ്രവാചകന്റെ ഹൃദയത്തിലിരുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം പ്രവചനമായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അതൊന്നും നിലനിൽക്കുന്നതല്ല. മാത്രമല്ല അത് ദൈവം അംഗീകരിക്കുന്ന കാര്യവും അല്ല എന്ന് നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. മാത്രമല്ല പ്രവചനം മുഖാന്തരം എന്തൊക്കെ ഉണ്ടാകണം? ഒന്ന് വായിക്കാമോ? 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ ആരെങ്കിലും. 1 കൊരിന്ത്യർ 14-ാം അധ്യായം 3-ാം വാക്യം പ്ലീസ്. പ്രവചിക്കുന്നവനോ ആത്മീക വർധനയ്ക്കും പ്രബോധത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. മതി. അപ്പോൾ പ്രവചന നിമിത്തമായിട്ട് എന്തുണ്ടാകണം? അത് ദൈവസഭയ്ക്ക് ആത്മീയ വർധന ഉണ്ടാകണം. അത് ആശ്വാസത്തിന് കാരണമായി തീരുവാനിടയാകണം. ഇതൊക്കെ പ്രവചനം മുഖാന്തരം ഉണ്ടാകേണ്ടതായിരിക്കുന്ന വസ്തുതയാണെന്ന് നാം ഒരിക്കലും മറന്നുപോകരുത്. അതുകൊണ്ട് ദൈവവചനം നമ്മെ ഓർപ്പിക്കും. അതായത് ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ, പ്രവാചകൻ ഒരുപക്ഷെ തന്റെ മനസ്സിൽ വരുന്നതായ അഭിപ്രായങ്ങൾ കൂടെ പ്രവചനത്തോടുള്ള ബന്ധത്തിൽ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് കേൾക്കുന്നത് എന്ത് ചെയ്യണം? അത് ശോധന ചെയ്ത് നല്ലത് എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം എന്ന് ദൈവവചനത്തിൽ അത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം അതാണ്. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം 29-ാം വാക്യത്തിൽ അത് നമുക്ക് കാണാനായിട്ട് കഴിയും. 1 കൊരിന്ത്യർ ലേഖനം 14-ന്റെ 29-ാം വാക്യം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതായത് വിശേഷാൽ പ്രവചനവരം എന്ത് ചെയ്യണം? വാഞ്ചിപ്പീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വാഞ്ചയുള്ള ദൈവമക്കൾക്ക് കൃപാവരങ്ങൾ പങ്കിട്ടു കൊടുക്കുന്ന പരിശുദ്ധാത്മാവ് അവർക്ക് അവരുടെ വാഞ്ച അനുസരിച്ച് പ്രവചനത്തിന്റെ വരം കൂടെ ദൈവം എന്ത് ചെയ്യുന്ന ദൈവമാണ്? കൊടുക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പ്രസ്താവിപ്പാൻ ഇടയായത്. എങ്ങനെ? വിശേഷാൽ പ്രവചനവരം എന്ത് ചെയ്യണം? നിങ്ങൾ ഇച്ഛിക്കണം അഥവാ വാഞ്ചിക്കണം എന്ന് എഴുതിയിരിക്കുന്നതിന്റെ കാരണം അതാണ്. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് നാം പോകുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം തന്നെ 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ മറ്റൊരു വരത്തെ സംബന്ധിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ പ്രധാനപ്പെട്ട വരങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇതുകൂടാതെ അനേക വരങ്ങളെ കുറിച്ച് വേദപുസ്തകത്തിൽ പലയിടങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ഈ പഠനത്തോടുള്ള ബന്ധത്തിൽ കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നതായ വിശേഷാൽ പ്രത്യേകമായ കാര്യങ്ങളെ സംബന്ധിച്ചാണ് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ വീണ്ടും കാണുന്നത് വേറൊരുവന് പലവിധ ഭാഷകൾ. വേറൊരുവന് പലവിധ ഭാഷകൾ എന്ന് കാണുവാനായിട്ട് കഴിയും. നമ്മള്
ആത്മാ സ്നാനത്തിന്റെ പ്രത്യേകമായിട്ടുള്ള പൊതു അടയാളം അന്യഭാഷയാണ് എന്ന് നാം പഠിച്ചപ്പോൾ അന്യഭാഷയെ സംബന്ധിച്ച പല കാര്യങ്ങൾ ആ സമയത്ത് നമ്മൾ ചിന്തിക്കുവാനായിട്ടിടയായതാണ്. എന്നാൽ ഇവിടെ നാം ശ്രദ്ധിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്നതായ കൃപാവരങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പലവിധ ഭാഷകൾ എന്ന് പറയുന്നതായ മറ്റൊരു വരത്തെ സംബന്ധിച്ചാണ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. അന്യഭാഷ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചതാ. എന്താണ്? ഒരു വ്യക്തി പഠിച്ചിട്ടില്ലാത്ത ഭാഷയിൽ അമാനുഷികമായി സംസാരിക്കുന്നതിനുള്ള കഴിവാണ് ഏത്? അന്യഭാഷ, അല്ലേ? അന്യഭാഷ. എന്നാൽ ഒരാള് പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ അടയാളമായി എന്താ സംഭവിക്കുന്നത്? ആ വ്യക്തി ഉടനെ എന്ത് ചെയ്യും? അന്യഭാഷ സംസാരിക്കും. അത് ആത്മസ്നാനത്തിന്റെ പ്രത്യക്ഷ അടയാളമാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അങ്ങനെ അടയാളമായി ലഭിക്കുന്നതായ അന്യഭാഷയും കൃപാവരമായി ലഭിക്കുന്ന അന്യഭാഷയും തമ്മിലുള്ള വ്യത്യാസം നാം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഒരു വ്യക്തി ആത്മസ്നാനം പ്രാപിക്കുമ്പോൾ അതിൻ്റെ അടയാളമായിട്ട് അന്യഭാഷ പറയും. എന്നാൽ ഇവിടെ നമ്മളിപ്പോ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാ സ്നാനം പ്രാപിച്ചതായ ഒരു വ്യക്തി തുടർന്ന് പരിശുദ്ധാത്മാവ് ആ വ്യക്തിക്ക് പലവിധ ഭാഷകളുടെ ആ വരം കൊടുക്കുമ്പോൾ ഇവിടെ ഒരു വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ പലവിധ ഭാഷകൾ എന്ന് പറയുന്നത് ഒരു വരമായിട്ട് നാം ചിന്തിക്കുമ്പോൾ അത് ആ വരം ലഭിച്ചവർക്ക് മാത്രം ഉള്ളതാണെന്നുള്ള കാര്യം മറക്കരുത്. ഞാൻ ആദ്യം പറഞ്ഞത് ഏതാണ്? ആത്മസ്നാനം പ്രാപിച്ചവർ അല്ലെങ്കിൽ പ്രാപിക്കുന്നവർ അതിനടയാളമായി എന്ത് സംസാരിക്കും? അന്യഭാഷ സംസാരിക്കും. എന്നാൽ പലവിധ ഭാഷകൾ എന്ന് പറയുന്ന വരം പിന്നീട് പരിശുദ്ധാത്മാവ് ആ ഒരു വ്യക്തിക്ക് വരമായിട്ട് നൽകുമ്പോൾ ആ പ്രത്യേക വരം ലഭിച്ചവർക്കല്ലാതെ പലവിധ ഭാഷകൾ സംസാരിപ്പാൻ സാധിക്കത്തില്ല. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1 കൊരിന്ത്യലേഖനം 12-ാം അധ്യായം 10-ാം വാക്യം നിങ്ങൾ വായിച്ചു കൊള്ളണം. അപ്പോസ്തല പ്രവൃത്തി 2:4 വായിച്ചു കൊള്ളണം. എന്താ അപ്പോസ്തല പ്രവൃത്തി 2:4 പറയുന്നത്? പെന്തക്കോസ്ത് നാളിൽ അവര് ഏകദേശം കൂടിയിരുന്ന 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവ് പ്രവഹിച്ചപ്പോൾ അവരെല്ലാവരും അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷ പറഞ്ഞ് തുടങ്ങി. അവിടെ സംഭവിച്ചത് എന്താണ്? പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുന്നതായ അവസരമാണ്. 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ പലവിധ ഭാഷകൾ സംസാരിപ്പാനുള്ള വരം ലഭിച്ചവർക്ക് മാത്രമല്ലാതെ ആ പലവിധ ഭാഷകൾ സംസാരിപ്പാൻ കഴിയത്തില്ല എന്നൊരു കാര്യമാണ് ഇവിടെ നാം ഗ്രഹിക്കേണ്ടത്. ഇനി വേറൊരു വ്യത്യാസം പറയാം. വേറൊരു വ്യത്യാസം, ആത്മസ്നാനം പ്രാപിക്കുമ്പോൾ അതിന് പ്രത്യക്ഷ അടയാളമായിട്ട് അന്യഭാഷ പറയുന്ന ഒരാള് ആരോട് മാത്രം സംസാരിക്കുകയാണ്? ദൈവത്തോട് മാത്രം സംസാരിക്കുകയാണ്. ദൈവത്തോട് മാത്രം.
ആത്മാവിൻ മർമ്മങ്ങൾ അവൻ സംസാരിക്കുകയാണ്. അത് ദൈവത്തോടുള്ള ബന്ധത്തിലാണ് അത് സംസാരിക്കുന്നത്. ദൈവം അതറിയുന്നു. സംസാരിക്കുന്ന വ്യക്തി പോലും അറിയുന്നില്ല താൻ എന്താ സംസാരിക്കുന്നത്. പക്ഷെ ഇവൻ സംസാരിക്കുന്നത് ആർക്കറിയാം? ദൈവത്തിനറിയാം. ഒന്നുകിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്, അല്ലെങ്കിൽ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്, അല്ല എങ്കിൽ ആത്മാവിൻ മർമ്മങ്ങളെ അവൻ സംസാരിക്കുകയാണ്. എന്നാൽ പലവിധ ഭാഷകളെന്ന് പറയുന്ന വരം ലഭിച്ചതായ വ്യക്തി ആരോട് സംസാരിക്കുന്നു? ദൈവസഭയോടാണ് സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവസഭയ്ക്കുള്ള ദൂതാണ് അവൻ വരമായിട്ട് സംസാരിക്കുന്ന പലവിധ ഭാഷകളിൽ അടങ്ങിയിരിക്കുന്നത്. എന്നാൽ അവനങ്ങനെ പലവിധ ഭാഷകൾ സംസാരിക്കുമ്പോൾ ആ വ്യക്തിക്ക് അറിയത്തില്ല താൻ എന്താ സംസാരിക്കുന്നത്. പലവിധ ഭാഷകൾ സഭയിൽ പറയുമ്പോൾ അത് അന്യഭാഷയായതുകൊണ്ട് സഭയിലുള്ളവർക്ക് മനസ്സിലാകത്തില്ല. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പലവിധ ഭാഷകളിൽ കൂടെ അവൻ സഭയോട് സംസാരിക്കുന്നുവെന്ന് ഞാൻ മുമ്പേ ഓർപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ സഭയ്ക്ക് അത് മനസ്സിലാകണമെങ്കിൽ അവിടെ ആര് ഉണ്ടായിരിക്കണം? വ്യാഖ്യാനി ഉണ്ടായിരിക്കണം. വ്യാഖ്യാനിപ്പാൻ വരം ലഭിച്ച ആള് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇദ്ദേഹം സംസാരിക്കുന്ന പലവിധമാകുന്ന ഭാഷകൾ ദൈവസഭയോടായതുകൊണ്ട് ദൈവസഭയ്ക്ക് അത് മനസ്സിലാകണമെങ്കിൽ അതേ സമയത്ത് അവിടെ ആരും കൂടെ വേണം? അത് വ്യാഖ്യാനിപ്പാൻ വരം ലഭിച്ച ആളും കൂടെ അവിടെ വേണം. എങ്കിൽ മാത്രമേ അത് സഭയ്ക്ക് മനസ്സിലാകത്തുള്ളൂ ഇവൻ സംസാരിക്കുന്നത് എന്താണെന്ന്. അങ്ങനെയെങ്കിൽ അവിടെ ഒരു കാര്യം നമ്മൾ ഗ്രഹിക്കേണ്ടത്, ആ സമയത്ത് ഈ ദൂത് സഭയ്ക്ക് മനസ്സിലാകണമെങ്കിൽ ആ സമയത്ത് അവിടെ ആരുണ്ടാകും, അല്ലെങ്കിൽ ആരുണ്ടായിരിക്കണം? വ്യാഖ്യാന വരം ലഭിച്ച വ്യക്തിയും കൂടെ അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് ദൈവം ആ വരത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവിൽ ദൈവം ക്രമീകരിച്ചിരിക്കുന്ന കാര്യം അങ്ങനെയാണ്. അപ്പോൾ അന്യഭാഷ വിലക്കരുതെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അന്യഭാഷ വിലക്കാൻ പാടില്ല. ഒരു വ്യക്തി അന്യഭാഷയിൽ തന്നെ സംസാരിക്കുന്നുവെങ്കിൽ അതിന്റെ ക്രമം പൗലോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് തുടർന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ, ഒരുവൻ തന്നെത്താൻ അന്യഭാഷ പറയുമ്പോൾ അവൻ ദൈവത്തോട് സംസാരിക്കുകയും അത് മുഖാന്തരം സംസാരിക്കുന്ന വ്യക്തിക്ക് എന്തുണ്ടാകുന്നു? ആത്മീയവർദ്ധന ഉണ്ടാകുന്നു, ഇല്ലേ? അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് അന്യഭാഷ പറയുന്നവനെ വിലക്കരുത് എന്ന് പൗലോസ് പറയാൻ കാരണം അതാണ്. അപ്പോൾ ഇവിടെ നാം ഇപ്പോൾ ഒരു വരമായിട്ടാണ് പലവിധമാകുന്ന ഭാഷകൾ എന്നുള്ള ബന്ധത്തിൽ ഇവിടെ നാം ചിന്തിച്ചു വരുന്നത്. അങ്ങനെയാണെങ്കിൽ പൗലോസ് പറയാണ്, നിങ്ങളെക്കാൾ എല്ലാവരും ഉപരിയായി അധികമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന വ്യക്തിയാണ്? അന്യഭാഷ പറയുന്ന വ്യക്തിയാണ്. എന്നാൽ അതെല്ലാവർക്കും മനസ്സിലാകാത്തത് കൊണ്ട് താന് ഇഷ്ടപ്പെടുന്നത് എന്താണ്? എല്ലാവർക്കും മനസ്സിലാകുന്ന അവിടുത്തെ ഭാഷയിൽ സംസാരിപ്പാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നതിനോടൊപ്പം തന്നെയാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, അന്യഭാഷയിൽ സംസാരിക്കുന്നത് വിലക്കുകയും അരുത്. അപ്പോൾ അന്യഭാഷ എന്ന് പറയുന്നത് പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പ്രത്യക്ഷമായ ഒരു അടയാളമാണ്. എന്നാൽ പലവിധമാകുന്ന ഭാഷകൾ പറയുക എന്നുള്ളത് അതൊരു വരമായിട്ടാണ് ദൈവം കൊടുക്കുന്നത്. ആ വരമായി ലഭിക്കുമ്പോൾ അവൻ പലവിധമാകുന്ന ഭാഷകൾ പറയുമ്പോൾ
അതിനകത്ത് ദൈവത്തിന്റെ ദൂതാണ് സഭയ്ക്കുള്ളത് അടങ്ങിയിരിക്കുന്നത്. എന്നാൽ അത് വ്യാഖ്യാനമില്ലാഞ്ഞാൽ സഭയിൽ അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആ ഒരു വരം ജ്വലിക്കുകയാണെങ്കിൽ അവിടെ കൃത്യമായും ആരുണ്ടായിരിക്കും, ആര് വേണം? വ്യാഖ്യാനിക്കുന്ന വ്യക്തിയും വേണം എന്നുള്ള കാര്യമാണ് അവിടെ നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നത്. വീണ്ടും 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ അത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭാഷകളുടെ വ്യാഖ്യാനം. അത് ഞാൻ ഓൾറെഡി അഡ്വാൻസ് ആയിട്ട് നേരത്തെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ കൂടി വന്നിരിക്കുന്ന പൊതുജനത്തിന് അറിയപ്പെടാത്ത ഭാഷയിൽ ദൈവാത്മാവിൽ നിന്നുണ്ടാകുന്ന ആ വചനങ്ങൾ കൂടിയിരിക്കുന്നവരുടെ അറിവിന് വേണ്ടി അത് മനസ്സിലാകണമെങ്കിൽ അവിടെ തീർച്ചയായും ഏത് വരം ലഭിച്ച ആളുകൂടെ വേണം? വ്യാഖ്യാന വരം ലഭിച്ചതായ ആളും കൂടെ വേണം. അന്യഭാഷയുടെ ആ സംസാര ബുദ്ധിയിൽ നിന്ന് ഉടലെടുക്കുന്നതല്ലാത്ത പ്രകാരം വ്യാഖ്യാനവും ബുദ്ധിയിൽ നിന്ന് വരുന്നതല്ല, അതും ആ ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് ലഭിക്കുന്നതാണ് എന്നുള്ള കാര്യവും ഈ സമയത്ത് നാം ഓർത്തിരിക്കണം. അപ്പോൾ എന്താണ് അതിൻ്റെ അവസാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ഏതിനും കൂടെ പ്രാർത്ഥിക്കണം, വ്യാഖ്യാനത്തിനും കൂടെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. അങ്ങനെ 9 വിധത്തിലുള്ളതായിരിക്കുന്ന വരങ്ങളെ സംബന്ധിച്ചാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഈ 1 കൊരിന്ത്യർ ലേഖനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. ഇനി അനവധി വരങ്ങളെ സംബന്ധിച്ച് തുടർന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാലും ഞാൻ ആ ഭാഗത്തേക്ക് നീങ്ങുന്നില്ല. അത് ദൈവം കൊടുക്കുന്നതായ വരമാണ് എന്നുള്ള കാര്യം കൂടെ മറന്നു പോകരുത്. അതേ അവസരത്തിൽ ഓർത്തിരിക്കണം, 1 തെസ്സലോനിക്ക ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തുയേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, നിങ്ങൾ കഷ്ടം അനുഭവിപ്പാൻ കൂടെ നിങ്ങൾക്ക് എന്ത് ലഭിച്ചിരിക്കുന്നു? വരം ലഭിച്ചിരിക്കുന്നു. പക്ഷെ ഈ വരത്തിന് വേണ്ടി ആരും പ്രാർത്ഥിക്കുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രവചനം വേണം, രോഗശാന്തി വേണം, ഇങ്ങനൊക്കെ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ കർത്താവെ, കഷ്ടം സഹിക്കാനുള്ള വരം കൂടെ വേണമെന്ന് ഇതുവരെ ആരും എവിടെയും പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പം കർത്താവിനറിയാം എൻ്റെ മക്കൾ ഈ വരം ചോദിക്കത്തില്ല. അതുകൊണ്ട് കർത്താവ് അതിഷ്ടം പോലെ എന്ത് ചെയ്തിരിക്കുക? തന്നിരിക്കുക. അപ്പൊ പ്രാർത്ഥിച്ചോണം, കർത്താവെ ഇതെനിക്ക് സഹിക്കാനുള്ള കഴിവും കൂടെ എന്ത് ചെയ്യണം? തരണം. തീർച്ചയായും ദൈവം അറിയാതെ ഒരു കഷ്ടവും നമ്മുടെ ജീവിതത്തിൽ വരത്തില്ല പ്രിയപ്പെട്ടവരെ. ദൈവം അനുവദിക്കാതെ കഷ്ടം വരാൻ ദൈവം സമ്മതിക്കത്തില്ല. എന്നാൽ ദൈവം കഷ്ടങ്ങളിലൂടെ കടന്നു പോകുവാൻ നമ്മെ അനുവദിക്കുന്നെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, ദൈവത്തിന് അതിനകത്ത് പ്ലാനും പദ്ധതിയുണ്ട്, ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഒരു കഷ്ടത്തിന്റെ ആരംഭത്തിൽ നമുക്ക് പലതും അറിയാൻ കഴിഞ്ഞില്ലെങ്കിലും അതിന്റെ അവസാനത്തിൽ തീർച്ചയായും അത് ദൈവം നമ്മെ മനസ്സിലാക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് 119-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. അത് ആ കഷ്ടമൊക്കെ സഹിച്ചു കഴിഞ്ഞപ്പോൾ സങ്കീർത്തനക്കാരന് മനസ്സിലായത് അതിനകത്ത് എന്തോ ഗുണമുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവം അറിയാതെ കഷ്ടം വരാൻ ദൈവം സമ്മതിക്കുന്നില്ല എങ്കിൽ ഒരു കാര്യം നിശ്ചയമായിട്ട് ഓർത്തിരിക്കണം, അതിനകത്ത് ദൈവത്തിന്റെ പ്ലാനുണ്ട്, ദൈവത്തിന്റെ പദ്ധതിയുണ്ട്, ദൈവ ഉദ്ദേശം അതിനകത്തുണ്ട് എന്ന് നാം ഗ്രഹിച്ചിരിക്കണം. ഇനി ഇതിനോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കേണ്ടതായ മറ്റൊരു കാര്യം, കൃപാവരങ്ങൾ നിന്നു പോകുമോ അല്ലെങ്കിൽ നിൽക്കുന്നത് എപ്പോഴാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം. കാരണം ഈ വരങ്ങളൊക്കെ നിന്നു പോയെന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം അന്യഭാഷയില്ല, ഇങ്ങനെ വരങ്ങളൊന്നുമില്ല എന്ന് പറയുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റിലുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വിഷയത്തെ സംബന്ധിച്ച് കൂലങ്കൃഷമായിട്ട് നമ്മൾ
മനസ്സിലാക്കേണ്ടതായ ഒരു ആവശ്യകതയുണ്ട്. ഒന്ന് കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിന്റെ 8 തൊട്ട് 10 വരെ ഒന്ന് വായിക്കാമോ? 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം 8 മുതൽ 10 വരെ. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. താങ്ക് യു. ഈ വായിച്ച വേദഭാഗത്തിൽ നിന്ന് വായിച്ച് നാം കേട്ടത് എന്താണ്? സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകുകയില്ല, പ്രവചനപരമോ നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. അപ്പോൾ ഈ വാക്യത്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. ഈ വരങ്ങളൊക്കെ എന്ത് ചെയ്യും? നീങ്ങിപ്പോകും. നീങ്ങിപ്പോകും. അത് ദൈവവചനം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ. പക്ഷെ ഒരു കാര്യം ഇവിടെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാ നീങ്ങിപ്പോകുന്നത്? പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. അപ്പൊ നീങ്ങിപ്പോകുമെന്ന് മനസ്സിലായി. അത് എപ്പോഴാണ് നീങ്ങിപ്പോകുന്നതെന്നും മനസ്സിലായി. എപ്പോ നീങ്ങിപ്പോകും? പൂർണ്ണമായത് വരുമ്പോഴോ അംശമായിരിക്കുന്ന ഈ വരങ്ങൾ, അത് അംശമായി എന്ന് പറയുന്ന അതിനകത്ത് ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടതാ. അത് നീങ്ങിപ്പോകും, അത് നിന്നു പോകും. എന്നാൽ പ്രത്യേക ഒരു സമൂഹം അതിനെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. എങ്ങനെ? പൂർണ്ണമായത് വേദപുസ്തകം എഴുതി തീർത്ത സമയത്താണ് പൂർണ്ണമായത് വന്നത് എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പം ദൈവവചനം ഏതാണ്ട് AD 96 എന്ത് ചെയ്തു? എഴുതി. വെളിപ്പാട് പുസ്തകം, വേദപുസ്തകത്തിലെ അവസാന പുസ്തകമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകം എഴുതി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഈ പറയപ്പെട്ടതായിരിക്കുന്ന വരങ്ങളെല്ലാം എന്ത് ചെയ്തു? നീങ്ങിപ്പോയി എന്നാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതിന് ഉപോത്ബലകമായി ഒരു കാര്യം നാം ശ്രദ്ധിക്കണം. എഫെസ്യ ലേഖനം 4:12-13 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. എഫെസ്യ ലേഖനം 4:12-13 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. അതു നാം എല്ലാവരും വിശ്വാസത്തിലും വായിച്ചു ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ ഉഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. ഇവിടെ പ്രത്യേകമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന ചില പ്രത്യേക കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ മുകൾ ഭാഗം നാം ശ്രദ്ധിച്ചാൽ ദൈവത്തിന്റെ സഭയായിരിക്കുന്ന ശരീരത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, അതിന്റെ ആത്മീയമായ പക്വതയ്ക്ക് വേണ്ടി ദൈവം ശുശ്രൂഷക വൃന്ദങ്ങളെ നൽകിയിരിക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് ശുശ്രൂഷക വൃന്ദങ്ങൾ? നമ്മള് സമാഗമന കൂടാരം പഠിച്ചപ്പോൾ, അതായത് പലകളെ സംബന്ധിച്ച് പഠിച്ച സമയത്ത് നാം ആ ഭാഗത്ത് പഠിച്ച ചില കാര്യങ്ങളുണ്ട്. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ.
ഇവരെല്ലാം ദൈവം സഭയ്ക്ക് തന്നിരിക്കുന്ന ദാനമായ ശുശ്രൂഷകാവൃന്ദങ്ങളാണ്. ഇതിൽ പ്രവാചകനെ സംബന്ധിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പ്രവാചകന്റെ ശുശ്രൂഷ എന്താണ്? അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള വരം എന്താണ്? പ്രവചനം ആണോ അല്ലയോ? അതെ. ആ പ്രവാചകനിൽ കൂടെ ജ്വലിക്കുന്നതായ ആ പ്രവചനം എന്ന വരം അതെന്തിനു വേണ്ടിയാണെന്നാ വായിച്ചു കേട്ടത്? നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ് പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായി ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കും ആകുന്നു. ആ വാക്യം ശ്രദ്ധിച്ചോ? കർത്താവിന്റെ ശരീരമായിരിക്കുന്ന ദൈവസഭ എന്ന് വരെ ഭൂമിയിലുണ്ടോ അന്ന് വരെയും സഭ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? വളർന്നുകൊണ്ടിരിക്കണം. മനസ്സിലായോ? അതായത് ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കുമാണ് ഈ വരങ്ങളെല്ലാം ദൈവം സഭയിൽ നൽകിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നുവരെ ആ വരം ദൈവസഭയ്ക്കകത്തുണ്ടായിരിക്കും? കർത്താവിന്റെ മേഘത്തിലെ വരവ് വരെ. മനസ്സിലായോ? അപ്പൊ അന്നുവരെയും ദൈവസഭയുടെ ആത്മീയ വർധനവിനും ദൈവസഭയുടെ വളർച്ചയ്ക്കും ദൈവസഭയുടെ പക്വതയ്ക്കെല്ലാം എന്താവശ്യമാണ്? ഈ പറയപ്പെട്ട വരങ്ങളെല്ലാം ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പൂർണ്ണമായത് ദൈവത്തിന്റെ വചനം എഴുതി തീർത്ത സമയത്താണ് എങ്കിൽ സഭ അന്ന് എടുക്കപ്പെട്ടോ? ഒരിക്കലുമില്ല. ഇന്നും ദൈവസഭ ഭൂമിയിലുണ്ട്, ഇല്ലേ? അങ്ങനെയെങ്കിൽ പൂർണ്ണമായത് വരും എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ സംബന്ധിച്ചാണ്. ദൈവവചനം എഴുതി പൂർത്തിയാക്കിയ സമയമല്ല. ഇതാ നമ്മുടെ അരുമനാഥന്റെ മധ്യാകാശത്തിലെ വരവിനെയാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പൂർണ്ണമായത് വരുമ്പോൾ എന്ന്. അങ്ങനെ പൂർണ്ണമായത് വരുന്നത് കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിലാണെങ്കിൽ കർത്താവ് വന്ന ശേഷം ഇതിന്റെ യാതൊരു ആവശ്യവും ഇല്ല. ഈ പറയപ്പെട്ട വരങ്ങളുടെ ആവശ്യം പിന്നീട് ഇല്ല. എന്താ കാരണം? കർത്താവിന്റെ അടുത്ത് ചെന്നാ പിന്നെ പ്രവചനത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അവിടെ രോഗശാന്തിയുടെ വരത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അവിടെ വീര്യപ്രവൃത്തികളുടെ ആവശ്യമുണ്ടോ? ഇല്ല. പലവിധ ഭാഷകൾ അവിടെ വേണോ? വേണ്ട. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ സത്യം നാം ഗ്രഹിക്കണം. നമ്മുടെ കർത്താവിന്റെ വരവിനെയാണ് ആ വാക്ക് സൂചിപ്പിക്കുന്നത്. അന്ന് കർത്താവിന്റെ വരവിൽ അംശമായിരിക്കുന്ന ഈ വരങ്ങളെന്ന് ലിസ്റ്റിൽ ഉൾപ്പെട്ടതായ എല്ലാം അന്ന് നീങ്ങിപ്പോകും, അന്ന് നിന്നു പോകും. അതിനോടുള്ള ബന്ധത്തിൽ നാം ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. അതെ, ഇന്ന് നാം കണ്ണാടിയിൽ കടമൊഴിയായി, ആ വാക്യം ഉണ്ടോ? 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൽ തന്നെ ആ വാക്യമുണ്ട്. ഒന്ന് വായിക്കാമോ? കണ്ടില്ലേ? ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ അറിയും.
താങ്ക് യു. അവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു. അപ്പോൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതു സമയത്തെ ഉദ്ദേശിച്ചാണ്? പൂർണ്ണമായത് വന്നു കഴിയുമ്പോൾ. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരല്പ കാര്യം നാം ഗ്രഹിക്കണം. ദൈവവചനം എഴുതി പൂർത്തിയാക്കിയതാണ് പൂർണ്ണമായത് എന്ന് വരികിൽ അതിനുശേഷം എങ്ങനെ കാണണം? മുഖാമുഖമായി കാണണം. അത് നടക്കുന്നുണ്ടോ? പൂർണ്ണമായത് വന്നത് AD 96 വചനം എഴുതി പൂർത്തിയാക്കിയപ്പോഴാണെങ്കിൽ ഈ വചനം അവിടെ എങ്ങനെ ശരിയാകും? ദൈവവചനം എഴുതി പൂർത്തിയാക്കിയ ശേഷം കർത്താവിനെ മുഖാമുഖമായി കാണുന്നുണ്ടോ? ഇല്ല. എന്നാൽ അതിന്റെ യാഥാർത്ഥ്യം ഇതാണ്: പൂർണ്ണമായത് കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിലാണ് നടക്കുന്നതെങ്കിൽ അന്ന് ഈ പറയപ്പെട്ട വരങ്ങളെല്ലാം ഇല്ലാതായിത്തീരും. അതിന്റെ ആവശ്യം പിന്നെ ഇല്ല. അപ്പോൾ നാം കർത്താവിനെ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കും? മുഖാമുഖമായി കാണുവാനായിട്ടിടയാം. ആ വിഷയം നിങ്ങൾ ഗ്രഹിച്ചു എന്ന് ഞാൻ കരുതുകയാണ്. അങ്ങനെ അപ്പോഴാണ് ഈ വചനങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ വരങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത്? നിന്നു പോകുന്നത് എന്ന് നാം ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. ഇനി നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഇനി അല്പം സമയം കൂടെ ഉണ്ടല്ലോ. ആ സമയത്ത് നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഇത് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന ഒരു വിഷയമാണ്. പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വം എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് അടുത്തത് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വം. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ, നമ്മള് ഹെഡിങ് എഴുതിയോ? പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വം. മുമ്പേ ഞാൻ ഓർപ്പിച്ചതുപോലെ പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വത്തെയും പരിശുദ്ധാത്മാവിന്റെ ദൈവത്വത്തെയും നിഷേധിക്കുന്ന അനേക ക്രിസ്തീയ ഉപദേശങ്ങൾ ഈ ലോകത്തിലുണ്ട്. അതുകൊണ്ട് ഈ വിഷയം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. പരിശുദ്ധാത്മാവ് വെറും ഒരു ശക്തിയാണ്, ഒരു വ്യാപാരമാണ് എന്ന് പറയുന്നവർ ഇല്ലാതില്ല. എന്നാൽ അതേ സമയം പരിശുദ്ധാത്മാവ് ദൈവത്തിങ്കിൽ നിന്ന് പുറപ്പെട്ട് നമ്മിൽ വ്യാപരിക്കുന്ന ഒരു ശക്തി മാത്രമാണോ, അതോ ഒരു വ്യക്തിയും കൂടെയാണോ എന്ന് നാം മനസ്സിലാക്കേണ്ടതായ ആവശ്യകതയുണ്ട്. ഒരു വിശ്വാസിയോടുള്ള ബന്ധത്തിൽ അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് അല്പസമയം ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തിയാണോ? പരിശുദ്ധാത്മാവ് കേവലം ഒരു വ്യാപാരം മാത്രമാണോ? അതോ ഒരു വ്യക്തിയാണോ എന്നുള്ള കാര്യം നാം തുടർന്ന് ചിന്തിപ്പാനായിട്ട് പോവുകയാണ്. അതോടുള്ള ബന്ധത്തിൽ പ്രാരംഭമായിട്ട് ഞാൻ ഓർപ്പിക്കട്ടെ,
ആത്മാവെന്ന പദത്തിന് മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ന്യൂമ. എബ്രായ ഭാഷയിൽ കൊടുത്തിരിക്കുന്ന വാക്ക് റൂഹ എന്ന വാക്കാണ്. നമുക്കറിയാം, ഏത് ശക്തിയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാലും പഠിച്ചാലും അതിന്റെ പുറകിൽ ഒരു വ്യക്തിത്വം ഉണ്ടെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അല്ലേ? അതിന്റെ പുറകിൽ ഒരു വ്യക്തിത്വമുണ്ട്. നമ്മള് പരിശുദ്ധാത്മാവിന്റെ സാദൃശ്യങ്ങളായിട്ട് പല കാര്യങ്ങൾ ചിന്തിച്ചല്ലോ. തൈലം, വെള്ളം, കാറ്റ്, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ നമ്മൾ ചിന്തിപ്പാനായിട്ട് ഇടയായ കാര്യങ്ങളാണ് പ്രാരംഭത്തിൽ. അപ്പൊ അതൊക്കെ വെച്ചുകൊണ്ടായിരിക്കാം പലരും പറയുന്നത് പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തിയാണ്, പരിശുദ്ധാത്മാവിന് വ്യക്തിത്വം ഇല്ല എന്ന് പറയാൻ കാരണം അതാ. ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് എന്തൊക്കെയുണ്ട്? അതായത് ഇച്ഛയുണ്ട്, ചിന്തയുണ്ട്, വികാരമുണ്ട്, തീരുമാന ശക്തിയുണ്ട്. ഇച്ഛ, ചിന്ത, വികാരം, തീരുമാന ശക്തി, ഇതെല്ലാം ഒരു വ്യക്തിത്വത്തിൽ അടങ്ങിയിരിക്കുന്ന ഗുണങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്നുള്ളതിന് വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് അനേക തെളിവുകൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒന്ന്, ആളത്വ സംബോധനകൾ അത് തെളിയിക്കുന്നു. ആളത്വ സംബോധനകൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്ന് തെളിയിക്കുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? ഒരു വ്യക്തിക്ക് സംബോധന ചെയ്യുന്ന, ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ സംബോധന ചെയ്യുന്ന പദങ്ങൾ വേദപുസ്തകത്തിലുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഞാൻ എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട്. ഞാൻ വാക്യങ്ങളെല്ലാം അവസാനം പറഞ്ഞു തരാം. പരിശുദ്ധാത്മാവ് ഞാൻ എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഒരു വ്യക്തിക്കാണല്ലോ ഞാനെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ന് പറയുന്ന ഭാഗം പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് വേദപുസ്തകത്തിലുണ്ട്. അവൻ എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട്. അവൻ, കാര്യസ്ഥൻ എന്ന് പറയുന്ന വാക്കുകളുണ്ട്. നമ്മൾ ആദ്യ ക്ലാസ്സുകളിൽ ആ ഭാഗം ചിന്തിച്ചതാ. അപ്പോൾ ഈ സംബോധനകൾ പരിശുദ്ധാത്മാവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തിയല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി തന്നെയാണ് എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. വാക്യങ്ങൾ എഴുതിക്കൊള്ളുക. യോഹന്നാൻ 14:16,
17, 26. യോഹന്നാൻ 14, 16, 17, 26. 15, 26. പതിനാറിന്റെ 15. പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ഇനി അടുത്തത്, ഞാൻ പറയുന്ന വാചകം അതുപോലെ തന്നെ എഴുതിക്കോണം. പരിശുദ്ധാത്മാവ് നമ്മോടുള്ള ബന്ധം പുലർത്തുകയും പരിശുദ്ധാത്മാവ് നമ്മോട് ബന്ധം പുലർത്തുകയും ഒരു വ്യക്തിക്ക് മാത്രം വഹിക്കുവാൻ കഴിയുന്ന സ്ഥാനങ്ങൾ, ഒരു വ്യക്തിക്ക് മാത്രം വഹിപ്പാൻ അല്ലെങ്കിൽ വഹിക്കുവാൻ കഴിയുന്ന സ്ഥാനങ്ങൾ ഒരു വ്യക്തിക്ക് മാത്രം വഹിക്കുവാൻ കഴിയുന്ന സ്ഥാനങ്ങൾ വഹിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. പറഞ്ഞു മനസ്സിലായോ? പരിശുദ്ധാത്മാവ് വിശ്വാസികളോട് ബന്ധം പുലർത്തുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുടെ കാര്യങ്ങൾ വഹിക്കുവാൻ കഴിയുന്ന സ്ഥാനങ്ങൾ വഹിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് പോലെ പരിശുദ്ധാത്മാവ് നമ്മോടുള്ള ബന്ധത്തിൽ ചില സ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയാം. പരിശുദ്ധാത്മാവ് ഒരു ഉപദേഷ്ടാവാണ്. അപ്പൊ ഉപദേശം നമുക്ക് തരും, അല്ലെ? ഉപദേഷ്ടാവിന്റെ ജോലി എന്തുവാ? ഉപദേശം തരിക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? ഉപദേഷ്ടാവാണ്, അല്ലെങ്കിൽ ഉപദേശം തരുന്നവനാണ്. യോഹന്നാൻ 15:26. പരിശുദ്ധാത്മാവ് ആശ്വാസപ്രദനാണ്. പരിശുദ്ധാത്മാവ് ആശ്വാസപ്രദനാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ആശ്വാസം തരുന്നവനാണെന്ന് അർത്ഥം. ദുഃഖിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരാൾ ആശ്വാസം പറയുന്നത് പോലെ പരിശുദ്ധാത്മാവും നമ്മെ ആശ്വസിപ്പിക്കുന്നു എന്നാ പറഞ്ഞത്. യോഹന്നാൻ 16:7. വഴി നടത്തുന്നവനാണ്. യോഹന്നാൻ 16:13. അപ്പൊ പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തിയല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ഇനി അടുത്ത മറ്റൊരു തെളിവ്, പരിശുദ്ധാത്മാവിൽ ആളത്വ സ്വഭാവങ്ങളുണ്ട്. മൂന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിൽ ആളത്വ സ്വഭാവങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് പറയാം. ആളത്വം അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കുന്ന അനേക സ്വഭാവങ്ങൾ പരിശുദ്ധാത്മാവിനുണ്ട്. ഒന്ന്,
ചിന്താശക്തിയുണ്ട്. വാക്യങ്ങളെല്ലാം നിങ്ങൾ പിന്നീട് വായിച്ചോണം. റോമർ 8:27. ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. അപ്പം പരിശുദ്ധാത്മാവിന് ചിന്തിക്കാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. അടുത്തത് ഇച്ഛാശക്തിയുണ്ട്. ഒന്ന് കൊരിന്ത്യർ 12:11. എന്താ അവിടെ പറയുന്നേ? ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതാത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവാകുന്നു. അപ്പൊ പരിശുദ്ധാത്മാവിന് ഇച്ഛാശക്തിയുണ്ട്. 3, പരിശുദ്ധാത്മാവിന് വികാരങ്ങളുണ്ട്. വികാരം അതൊരു വ്യക്തിത്വത്തിന്റെ സ്വഭാവമാണ്. വികാരം എഫേസ്യർ 4:30. ഇവിടെ എന്താ പറയുന്നത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അപ്പം പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? ദുഃഖിക്കും. പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തിയാണ്, കാറ്റാണെന്നൊക്കെ പറഞ്ഞ് പിടിപ്പിച്ചാൽ ഏതെങ്കിലും ശക്തി ദുഃഖിക്കുന്നത് കണ്ടിട്ടുണ്ടോ? കാറ്റ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ ദുഃഖിച്ച്? ഇല്ല. അപ്പൊ പരിശുദ്ധാത്മാവിന് ദുഃഖിക്കുന്ന വികാര അനുഭവമുണ്ട്. അടുത്തത് പരിശുദ്ധാത്മാവിന് സ്നേഹമുണ്ട്. റോമർ 15:32. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും ആത്മാവിന്റെ സ്നേഹത്തെയും ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അപ്പൊ പരിശുദ്ധാത്മാവിന് സ്നേഹമുണ്ട്. അടുത്തത് പരിശുദ്ധാത്മാവിന് അറിവുണ്ട്. അറിയാനുള്ള ശക്തിയുണ്ട്. ഒന്ന് കൊരിന്ത്യർ ലേഖനം 2-10 മുതൽ 12 വരെ. അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. അപ്പൊ പരിശുദ്ധാത്മാവിന് അറിയാനുള്ള ശക്തിയുണ്ട്. അടുത്തത് പരിശുദ്ധാത്മാ ശക്തിയുണ്ട്. ഒരു വ്യക്തിക്ക് ശക്തി ഉള്ളതുപോലെ പരിശുദ്ധാത്മാവിൻ്റെതായ ശക്തി പരിശുദ്ധാത്മാവിനുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 1:8. അവിടെ എന്താ വായിക്കുന്നത്? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. ആ വാക്യം ഇങ്ങനെയാ പറയുന്നത്. പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട്. ഇനി അടുത്ത് മറ്റൊരു തെളിവ് പറയാം. ആളത്വപരമായ പ്രവർത്തനങ്ങൾ പരിശുദ്ധാത്മാവിന് കൽപ്പിച്ചിരിക്കുന്നു. ഒരു വ്യക്തിക്കുള്ളതായ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു വ്യക്തി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പോലെ പരിശുദ്ധാത്മാവിനും ചില പ്രവർത്തികൾ ചെയ്യുവാനുള്ള കഴിവുണ്ട്. അത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്നുള്ളതിന്റെ തെളിവുകളാണ്. ഒന്ന്, പരിശുദ്ധാത്മാവ് സൃഷ്ടികർമ്മം നടത്തുന്നു. പരിശുദ്ധാത്മാവ് സൃഷ്ടികർമ്മം
നടത്തുന്നു. ഇയ്യോബ് 33:4. അവിടെ കാണുന്നത് ദൈവത്തിന്റെ ആത്മാവിനെ സൃഷ്ടിച്ചു എന്നാണ് ആ വാക്യം പറയുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സൃഷ്ടികർമ്മം നടത്താനുള്ള കഴിവ് പരിശുദ്ധാത്മാവിനുണ്ട്. രണ്ട്, പരിശുദ്ധാത്മാവ് വാദിക്കുന്നു. പരിശുദ്ധാത്മാവിന് വാദിക്കാനുള്ള കഴിവുണ്ട്. ഉൽപ്പത്തി 6:3. മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. അടുത്തത്, പരിശുദ്ധാത്മാവ് ബോധം വരുത്തുന്നു. യോഹന്നാൻ 16:8. അടുത്തത്, പരിശുദ്ധാത്മാവ് പക്ഷവാദം ചെയ്യുന്നു. റോമർ 8:26. അടുത്തത്, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. വെളിപ്പാട് 2:7. അടുത്തത്, പരിശുദ്ധാത്മാവ് കൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന് കൽപ്പിപ്പാൻ കഴിവുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 16:6-7. ഒന്നുകൂടെ ഉണ്ട് ആ കൂട്ടത്തിൽ. പരിശുദ്ധാത്മാവ് തന്റെ ദാസന്മാരെ വിളിച്ച് വേലയ്ക്ക് നിയോഗിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 13:2. ഞാൻ അത്യാവശ്യപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഓർമ്മിച്ചിട്ടുള്ളൂ. ഇനിയും പല ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങളും തെളിവുകളും ഒക്കെ എന്താണ് സൂചിപ്പിക്കുന്നത്, എന്താണ് പഠിപ്പിക്കുന്നത്? പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തിയോ ഒരു വ്യാപാരമോ അല്ല. പിന്നെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ആളത്വം പരിശുദ്ധാത്മാവിനുണ്ട്. ഇത്യാദി കാര്യങ്ങളുടെ തെളിവുകളാണ് നമുക്ക് ഈ നേരം വരെ ചിന്തിപ്പാനായിട്ട് ഇടയായത്. ഇനി പരിശുദ്ധാത്മാവിന്റെ ദൈവത്വത്തെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. പരിശുദ്ധാത്മാവിന്റെ ദൈവത്വം. നമുക്കറിയാം, ദൈവിക തൃത്വത്തിൽ മൂന്നാമനായിട്ടാണ് നമുക്ക് ആരെ കാണാൻ കഴിയുന്നത്? പരിശുദ്ധാത്മാവിനെ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പം ദൈവിക തൃത്വത്തിലെ ഒരു വ്യക്തിയായിട്ടാണ് പിതാവിനോടും പുത്രനോടും ചേർത്ത്
ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിതാവിനോടും പുത്രനോടും സാരാംശത്തിൽ സമത്വമുള്ള സർവശക്തിയുള്ള ദൈവമായിട്ടാണ് പരിശുദ്ധാത്മാവിനെ ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പിതാവ്, പുത്രൻ, അത് രണ്ടുപേരും ദൈവത്വമുള്ള വ്യക്തിയായതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെയും സർവശക്തിയുള്ള ദൈവമായിട്ട് തന്നെയാണ് ദൈവവചനത്തിൽ കാണാൻ കഴിയുന്നത്. പിതാവിനോടും പുത്രനോടും അതുപോലെ തന്നെ ദൈവത്വമുള്ള മറ്റൊരു വ്യക്തിത്വമായിട്ട് തന്നെയാണ് പരിശുദ്ധാത്മാവിനെയും ദൈവവചനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. അതിന്റെ തെളിവുകളാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഒന്ന്, പരിശുദ്ധാത്മാവിനെ ദൈവം എന്ന് സംബോധന ചെയ്തിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ ദൈവം എന്ന് സംബോധന ചെയ്തിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 5:3-4 വാക്യങ്ങളൊന്ന് വായിക്കാമോ? അപ്പോൾ പത്രോസ് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും വെളുത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കും മുമ്പേ നിന്റേതല്ലായിരുന്നോ? നിന്റേതായിരുന്നില്ലയോ? വിറ്റുശേഷവും നിന്റെ കൈവശം അല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല ദൈവത്തോടത്ര നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. മതി മതി. ഈ വാക്യങ്ങളിൽ നിന്ന് അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് പ്രസ്താവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനന്യാസും സഫീറയും അവർക്കുണ്ടായിരുന്നതായ നിലം വിറ്റ് ഒരംശം എന്ത് ചെയ്തു? അപ്പോസ്തലന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാനിടയായി, അല്ലെങ്കിൽ പത്രോസിന്റെ കൈവശം ഏൽപ്പിച്ചു. ഉടനെ പത്രോസിന് ദൈവത്തിന്റെ ആത്മാവ് ആ കാര്യത്തിൽ അതിന്റെ വ്യക്തത മനസ്സിലാക്കി സംസാരിച്ചു. ഇവിടെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചത് എന്താണെന്ന് ചോദിച്ച ശേഷം അവസാനം വായിച്ചത് കേട്ടോ? മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത്. ആദ്യം പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു എന്ന് പറഞ്ഞു. അതിനുശേഷം അത് വീണ്ടും ഒന്നുകൂടെ ഉറപ്പിച്ചു പറയുകയാണ്, നിങ്ങൾ വ്യാജം കാണിച്ചത് ആരോടാ? ദൈവത്തോടാ. അപ്പൊ പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്നാണ് ഇവിടെ തെളിയാൻ കഴിയുന്നത്. മനസ്സിലായോ? പിതാവ് സർവശക്തനായിരിക്കുന്ന ദൈവമായതുപോലെ, പുത്രനാകുന്ന യേശു സർവശക്തനായ ദൈവമായതുപോലെ, പരിശുദ്ധാത്മാവും ആരാണ്? സർവശക്തിയുള്ള ദൈവമാണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ പരിശുദ്ധാത്മാവ് കേവലം ശക്തിയല്ല, പരിശുദ്ധാത്മാവ് ദൈവം തന്നെയാണ്. പരിശുദ്ധാത്മാവിൽ ദൈവത്വമുണ്ട്. അതാണ് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത മറ്റൊരു തെളിവ് എന്താണ്? ദൈവത്തിന്റെ പ്രത്യേക സ്വഭാവങ്ങളെല്ലാം പരിശുദ്ധാത്മാവിലും കാണുന്നു. ദൈവത്തിനുള്ള പ്രത്യേക സ്വഭാവങ്ങളെല്ലാം പരിശുദ്ധാത്മാവിലും ഉള്ളതായി കാണും. പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് നമ്മൾ
പഠിക്കുക. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്ന് പഠിച്ചു. ഇപ്പം ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവ് ദൈവം കൂടെയാണ്, ദൈവമാണ്. അപ്പൊ ദൈവത്തിന്റെ പ്രത്യേക സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുമ്പോൾ തന്നെ അതേ സ്വഭാവം പരിശുദ്ധാത്മാവിനും ഉണ്ട് എന്ന് പറയുന്നു. അതിന്റെ കാരണം പരിശുദ്ധാത്മാവ് ദൈവമാണെന്നാണ് അതിന്റെ അർത്ഥം. ഒന്നാമത്തെ കാര്യം, ദൈവം നിത്യനായിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവും നിത്യനാണ്. ദൈവം നിത്യനായിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവും നിത്യനാണ്. എബ്രായർ 9:14. എബ്രായർ 9:14. ആ വാക്യത്തിൽ കാണുന്നു, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നിത്യാത്മാ എന്നാണ്. ദൈവം നിത്യനായിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവും നിത്യനാണ് എന്നുള്ളതിന്റെ വാക്യമാണ് എബ്രായർ 9:14. രണ്ട്, പരിശുദ്ധാത്മാവ് ദൈവത്തിനുള്ള സ്വഭാവങ്ങൾ ഉള്ളതുപോലെ പരിശുദ്ധാത്മാവിനുണ്ടെന്നുള്ളതിന്റെ രണ്ടാമത്തെ പോയിന്റ്, ദൈവം സർവശക്തനായതുപോലെ ആത്മാവും സർവശക്തനാണ്. വാക്യം എഴുതിക്കോ. സക്രിയാവ് 4:6. ഇയ്യോബ് 26:13. അപ്പോ പരിശുദ്ധാത്മാവ് നിത്യനാണ്, പരിശുദ്ധാത്മാവ് സർവശക്തനാണ്. 3, ദൈവം സർവജ്ഞാനിയായിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവും സർവജ്ഞാനിയാണ്. യോഹന്നാൻ 14:26. അടുത്തത്, ദൈവം സർവവ്യാപിയായിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവും സർവവ്യാപിയാണ്. സങ്കീർത്തനം 139:7. എന്താ അവിടെ പറയുന്നത്? നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്, അല്ലെ? സമുദ്രത്തിന്റെ അറ്റത്തിൽ നിന്ന് പാർത്താൽ അവിടെ ഉണ്ട്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇല്ലാത്ത ഒരിടവും ഇല്ല എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്തുവാ? പരിശുദ്ധാത്മാവ് എല്ലായിടവും ഉണ്ട്, പരിശുദ്ധാത്മാവ് സർവ്വവ്യാപിയാണ് എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ സാധാരണ ദൈവത്തെ കുറിച്ച് പഠിക്കുമ്പോൾ
ദൈവത്തിന്റെ ഗുണവിശേഷങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ഈ 4 കാര്യമല്ലേ? ഏതൊക്കെയാ? ദൈവം സർവ ശക്തനാണ്, ദൈവം നിത്യനാണ്, സർവശക്തനാണ്, സർവ ജ്ഞാനിയാണ്, സർവവ്യാപിയാണ്. അപ്പോൾ ദൈവത്തിന്റെ ആ സ്വഭാവ വിശേഷതകൾ പരിശുദ്ധാത്മാവിനും ഉള്ളത് കൊണ്ട് പരിശുദ്ധാത്മാവ് ആര് തന്നെയാണ്? ദൈവം തന്നെയാണ് എന്നാണ് ഈ 4 കാര്യങ്ങളിൽ കൂടെ പഠിക്കുവാനായിട്ടിടയായത്. ഇനി അടുത്ത കാര്യം, ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ ആത്മാവും പരിശുദ്ധനാണ്. ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവും പരിശുദ്ധനാണ്. വാക്യങ്ങൾ നിങ്ങൾ വായിച്ചുകൊള്ളണം. 51-ാം സങ്കീർത്തനം 11-ാം വാക്യം. 51-ാം സങ്കീർത്തനം 11-ാം വാക്യം. ലൂക്കോസ് 11:13. അടുത്തത്, പിതാവ് സ്നേഹിക്കുന്നത് പോലെ ആത്മാവും സ്നേഹമാണ്. അപ്പൊ പിതാവായിരിക്കുന്ന ദൈവത്തിലുള്ള അതേ സ്വഭാവം പരിശുദ്ധാത്മാവിലും ഉണ്ട്. അതാ നമ്മൾ ചിന്തിക്കുന്നത്. റോമർ 15:32. സാറേ, ആ സെന്റൻസ് ഒന്നുകൂടെ പറയാമോ? പിതാവ് അല്ലെങ്കിൽ പിതാവായിരിക്കുന്ന ദൈവം സ്നേഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ സ്നേഹമായിരുന്നത് പോലെ ആത്മാവും സ്നേഹമാണ്. റോമർ 15:32. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും ആത്മാവിന്റെ സ്നേഹത്തെയും ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു വാക്യം കൂടെ എഴുതിക്കൊള്ളുക. 2 തിമോത്തിയോസ് 1:7. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. അപ്പൊ പരിശുദ്ധാത്മാവിന് ആ വാക്യത്തിൽ പറയുന്നത് സ്നേഹവും ഉണ്ട്, സുബോധവും ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. സഹോദരിമാരുടെ തലയിൽ നിന്ന് ആ മൂടുപടം താഴെ പോയാൽ അന്നേരം അവർക്കറിയാം, അല്ലേ? സുബോധത്തിന്റെ ആത്മാവായതുകൊണ്ടാണ്. അടുത്തത്, അടുത്ത തെളിവാ കേട്ടോ, അടുത്ത തെളിവാ. നമ്മൾ ഈ പറഞ്ഞു വന്ന ആ പോയിന്റ്സ് അവസാനിച്ചു. അടുത്തത്, പരിശുദ്ധാത്മാവിന്റെ നാമം ദൈവത്തോടും ക്രിസ്തുവിനോടും ചേർത്ത് പ്രസ്താവിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നാമം ദൈവത്തോടും ക്രിസ്തുവിനോടും ചേർത്ത് പ്രസ്താവിച്ചിരിക്കുന്നു. പറഞ്ഞാൽ പരിശുദ്ധാത്മാവും ദൈവം തന്നെയാണ്. എവിടെയൊക്കെയാണെന്ന് പറയുക. എവിടെയൊക്കെയാണ്? 1, ക്രിസ്തീയ സ്നാനത്തിന്റെ വാക്യത്തിൽ. ക്രിസ്തീയ സ്നാനം
ഓർപ്പിക്കുന്ന വാക്യം. മത്തായി 28:19. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അപ്പോൾ ദൈവമാണ് പരിശുദ്ധാത്മാവ്, ദൈവത്വത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിത്വമാണ് പരിശുദ്ധാത്മാവ്. അതിനെല്ലാം തെളിവാണത്. അപ്പം സ്നാനത്തിന്റെ വാക്യത്തിൽ ഈ പരിശുദ്ധാത്മാവിനെ ചേർത്ത് പ്രസ്താവിച്ചിരിക്കുന്നു. അടുത്തത് അപ്പോസ്തോലിക ആശീർവാദ വചനത്തിൽ, അപ്പോസ്തോലിക ആശീർവാദ വചനത്തിൽ 2 കൊരിന്ത്യർ 13:14. റോമർ 15:31, 32, 33. എന്തോ ആശീർവാദത്തിൽ പറഞ്ഞിരിക്കുന്നേ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അപ്പോസ്തോലിക ആശീർവാദത്തിൽ പിതാവിനോടും പുത്രനോടും ചേർത്ത് പരിശുദ്ധാത്മാവിനെ കാണാനായിട്ട് കഴിയും. ഇനി അപ്പോസ്തോലിക ഉപദേശത്തിൽ, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. എഫേസ്യർ 4:4 മുതൽ 6 വരെ. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. അത് അപ്പോസ്തോലിക ഉപദേശത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അവിടെയും പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രത്യേകം എടുത്ത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനി 1-2 കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മുടെ സമയം തീരുന്നതിനാൽ പെട്ടെന്ന് അവസാനിപ്പിക്കുക. അടുത്ത മറ്റൊരു പോയിന്റാണ്, ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവും ചെയ്യുന്നു. ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്നു. ഒന്ന്, പരിശുദ്ധാത്മാവ് സൃഷ്ടികർമ്മം നടത്തുന്നു. മുമ്പേ നമ്മൾ എഴുതിയത് തന്നെയാണ്. ദൈവത്തിന് മാത്രമേ അത് ചെയ്യാൻ കഴിയത്തുള്ളൂ, അല്ലേ? സൃഷ്ടിപ്പാൻ ദൈവത്തിന് മാത്രമേ കഴിവുള്ളൂ. മുമ്പേ നമ്മൾ എഴുതിയ വാക്യം തന്നെയാണ് യോബ് 33:4. രണ്ട്, രക്ഷിക്കുന്നു. രക്ഷിപ്പാൻ ആർക്കേ കഴിയത്തുള്ളൂ? ദൈവത്തിന് മാത്രം. അതുപോലെ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചും പറയുന്നിട്ടുണ്ട്. 1